ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ്കോ ജുവലേഴ്സ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തൃശൂർ ജില്ല മത്സരരംഗത്ത് സജീവമായി. തുടക്കം മുതലേ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച തൃശൂർ കുതിപ്പ് തുടരുകയാണ്. അറുപത്തിരണ്ടാമത് ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസിന് തൃശൂരിൽ തുടക്കമായി. ദേശീയ ഗെയിംസിന്റെ ഔപചാരിക ഉദ്ഘാടനം DGP KS ബാലസുബ്രഹ്മണ്യം നിർവഹിച്ചു. മോഹൻലാലിന്റെ ദൃശ്യം സിനിമയ്ക്ക് ജയിൽ DGP TP സെൻകുമാറിന്റെ വിമർശനം. ചിത്രത്തിലെ ബ്ലാക്ക് മെയിലിംഗ് രംഗം തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ജയിൽ DGP. കോർപ്പറേഷൻ പരിധിയിലെ ജലവൈദ്യുതി വിതരണം കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തുമെന്ന് മേയർ രാജൻ J. പല്ലൻ. ജനപങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മേയർ. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തൃശൂർ ജില്ല മത്സര രംഗത്ത് സജീവമായി. തുടക്കം മുതലേ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച തൃശൂർ കുതിപ്പ് തുടരുകയാണ്. സംസ്കൃതം ഗാനാലാപനത്തിൽ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനന്ദ് മോഹനന്റെയും പെൺകുട്ടികളുടെ മോഹിനിയാട്ടം മത്സരത്തിൽ കുറുക്കഞ്ചേരി JPEHSSലെ MP അരുണിമയുടെയും ഒന്നാം സ്ഥാനം തൃശൂരിന് അഭിമാനമായി. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം തുടങ്ങിയ ഇനങ്ങളിലെ മത്സരങ്ങൾ കാണാൻ നിരവധി കാണികളുടെ വലിയ പങ്കാളിത്തം മേളയെ ശ്രദ്ധേയമാക്കി. സ്കൂൾ കലോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. കലോത്സവ വേദിയിലെ TCV സ്റ്റുഡിയോയിലേക്ക്.
കണ്ണുനീരുമായി വേദിയിൽ കഥ ചൊല്ലിയപ്പോൾ അരുണിമയ്ക്ക് ലഭിച്ചത് 1-ാം സ്ഥാനം. പ്രധാന വേദിയിലെ ആദ്യ ഇനത്തിൽ തന്നെ തൃശൂരിനും 1-ാം സ്ഥാനം. തൃശൂരിനെ സ്വർണ്ണക്കപ്പ് എന്ന പ്രതീക്ഷയുടെ നിലവിളക്കിന് തിരികൊളുത്തി അരുണിമ പടർത്തിയത് 9-ാം ക്ലാസ്സുകാരി അരുണിമയാണ്. മോഹിനിയാട്ടം ഹൈസ്കൂൾ വിഭാഗത്തിൽ 1-ാം സ്ഥാനമാണ് ഈ മിടുക്കി നേടിയെടുത്തത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം 1-ാം വേദിയിലെ ആദ്യ ഇനമായിരുന്നു മോഹിനിയാട്ടം. 31 പേർ മത്സരിച്ചപ്പോൾ ആദ്യ ഇനത്തിലെ 1-ാം സ്ഥാനം അരുണിമ തൃശൂരിന് സമ്മാനിക്കുകയായിരുന്നു. കാട്ടിലുപേക്ഷിക്കപ്പെട്ട സീത തന്റെ ദുഃഖം ചൊല്ലുന്നതാണ് കാനന കുഞ്ചമേ എന്ന വരികളിൽ അരുണിമ ചുവടുവെച്ചത്. ഷഹാന രാഗത്തിലെ ലാസ്യഭാവങ്ങൾ നൽകിയത് മിന്നുന്ന സ്ഥാനം. കണ്ണംകുളങ്ങര മരോട്ടിക്കൽ വീട്ടിൽ പ്രമോദ് സജിത ദമ്പതികളുടെ മകളായ അരുണിമ കൂർക്കഞ്ചേരി JPHS സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. 3.5 വയസ്സ് മുതൽ അരുണിമ നൃത്തം പഠിക്കുന്നുണ്ട്. സംസ്ഥാനതലത്തിൽ മോഹിനിയാട്ടത്തിൽ മാത്രമാണ് അരുണിമയ്ക്ക് മത്സരമുണ്ടായിരുന്നത്. ജില്ലാതലത്തിൽ ഭരതനാട്യത്തിൽ മത്സരിച്ചിരുന്നു. കലാമണ്ഡലം ഷീല, ഹുസ്ന ബാനു എന്നിവരുടെ കീഴിൽ നൃത്തം അഭ്യസിച്ചിരുന്ന അരുണിമ ഇത്തവണ RLV ആനന്ദിന്റെ ശിക്ഷണത്തിലാണ് പാലക്കാട്ടെത്തിയത്. TCVയുടെ കലോത്സവ പ്രമോയിൽ നർത്തകിയായി വേഷം വിട്ടിട്ടുള്ള അരുണിമ TCV പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. മുകേഷ് ലാൽ, ടീം TCV. 6-ാം നമ്പർ വേദിയിൽ നടന്ന ഹൈസ്കൂൾ വിഭാഗം നാടൻ പാട്ട് മത്സരം സദസ്സിനെ ആവേശത്തിലാഴ്ത്തി. നാടൻപാട്ട് വേദിയിൽ മത്സരങ്ങൾ ആരംഭിക്കും മുൻപ് തന്നെ നിരവധി പേരെത്തിയിരുന്നു. കുടുംബസമേതം കാണികൾ തിങ്ങിക്കൂടിയെത്തിയ സദസ്സാണ് നാടൻപാട്ട് മത്സരവേദിയിൽ കണ്ടത്. ആവർത്തനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പൊതുവിൽ സദസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രകടനമാണ് കുട്ടികൾ കാഴ്ചവെച്ചത്. പലപ്പോഴും കാണികൾ പാട്ടിനൊപ്പം ഉയർന്നു ചാടുന്നതും താളത്തിനൊപ്പിച്ച് കൈകളടിക്കുന്നതും കാണാമായിരുന്നു. പാലക്കാടിന്റെ തനത് നാടൻ ശീലുകളും വേദിയിൽ കേൾക്കാനായി. അതേസമയം പാട്ടും ചില നാടൻ ചുവടുകളും വൈവിധ്യമാർന്ന പാരമ്പര്യ വാദ്യോപകരണങ്ങളുമെല്ലാം സമ്മോഹനമായി സമ്മേളിക്കുന്ന പ്രകടനങ്ങൾ കുറവായിരുന്നു. നന്ദുണിപ്പാട്ട്, പുള്ളുവൻ പാട്ട്, തുയിലിനടുത്തുപാട്ട് എന്നിവ കൂടുതലായി അവതരിപ്പിക്കപ്പെട്ടു എന്ന വിമർശനവും സദസ്സിൽ നിന്നുമുണ്ടായി. എങ്കിലും കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ പാലക്കാടിന്റെ കലാസ്വാദകർ നെഞ്ചേറ്റിയ മത്സര ഇനമായി നാടൻപാട്ട് മത്സരവേദി മാറി. ബൈജു ദേവസി, ടീം TCV. കലയുടെ വർണ്ണോത്സവത്തിന്റെ മതിവര കാഴ്ചകൾ അവസാനിക്കുന്നില്ല. വീണ്ടും TCVയുടെ മെയിൻ സ്റ്റുഡിയോയിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വയംവരം മാട്രിമണി, ശക്തന്തപുരം കോളേജ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആർട്സ്, ന്യൂ ഇയർ കുറീസ്, co-sponsored by Salim Associates, Builders and Developers, NGIL, Bethesda, പുനരധിവാസ കേന്ദ്രം, ജോൺസ് ഹോണ്ട. കലോത്സവത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് പാലക്കാടുള്ള കലോത്സവ വേദിയിലെ TCV സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. 62ാമത് ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസിന് തൃശൂരിൽ തുടക്കമായി. രാമവർമ്മപുരം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ DGP KS ബാലസുബ്രഹ്മണ്യം ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾക്ക് പുറമെ BSF, CISF, CRPF, SSB, ITBP തുടങ്ങിയ 31 ടീമുകളാണ് വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ, കബഡി എന്നീ 4 കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നത്. വോളിബോൾ മത്സരങ്ങൾ KAP 1ാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിലെ 4 വേദികളിലും, ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലും, കേരളവർമ്മ കോളേജ് ഗ്രൗണ്ട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ട് എന്നീ വേദികളിലും, ഹാൻഡ്ബോൾ മത്സരങ്ങൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുക്കിയിട്ടുള്ള 2 വേദികളിലും, ആംഡ് റിസർവ് ക്യാമ്പ് പരേഡ് ഗ്രൗണ്ടിലെ 1 വേദിയിലുമായിട്ടാണ് നടക്കുന്നത്. 25 ടീമുകൾ പങ്കെടുക്കുന്ന കബഡി മത്സരങ്ങൾ പോലീസ് അക്കാദമിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള 3 ഗ്രൗണ്ടുകളിലായി നടക്കും. 1618 കായിക താരങ്ങൾക്ക് പുറമെ ഓരോ ടീമിലെയും ഒഫീഷ്യലുകൾ അടക്കം 2000 പേർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. 24 വൈകിട്ട് വിവിധ സാംസ്കാരിക പരിപാടികളോടെ കായികമേളയ്ക്ക് സമാപനമാകും.
മോഹൻലാലിന്റെ ദൃശ്യം സിനിമയ്ക്ക് ജയിൽ DGPയുടെ വിമർശനം. ചിത്രത്തിലെ ബ്ലാക്ക് മെയിലിംഗ് രംഗവും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ജയിൽ DGP TP സെൻകുമാർ പറഞ്ഞു. സ്ത്രീകൾ ബ്ലാക്ക് മെയിലിംഗിനിരയായാൽ ഉടൻ പോലീസിൽ അറിയിക്കണം. കഥയിൽ ചോദ്യമില്ലാത്തതിനാൽ കൂടുതൽ പറയുന്നില്ലെന്നും സെൻകുമാർ പറഞ്ഞു. ദൃശ്യം എന്ന സിനിമയിൽ എന്താണ്, ഒരു പെൺകുട്ടിയുടെ വസ്ത്രം മാറുന്ന ഭാഗം മൊബൈലിൽ പകർത്തുന്നു. എന്നിട്ട് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഇത് ഞങ്ങൾ ഇന്റർനെറ്റിൽ പ്രദർശിപ്പിക്കും. അവിടെ ഒരു നല്ല സന്ദേശം കൊടുക്കുന്നില്ല. എന്താണ് വാസ്തവത്തിൽ വേണ്ടിയിരുന്നത്? എന്താണ്, അപ്പായലെ കഥാനായകനായിട്ടുള്ള മോഹൻലാലിനെങ്കിലും അറിയിക്കണ്ടേ? അവരുടെ അപ്പനെ അല്ലെങ്കിൽ ആ ഭർത്താവിനെ അറിയിച്ച് എന്ത് ചെയ്യണം? ഓക്കെ, ഇത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അവന്റെ പേരിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കുറ്റമാണ്. അതിനു പകരം അമ്മയും മകളും കൂടി അത് തീർക്കാൻ നോക്കി. അവസാനം മർഡറിലെത്തി. മർഡർ എങ്ങനെയാണ് ഒരു കൊലപാതകം ആരും അറിയാതെ സൂക്ഷിച്ചു വെക്കുന്നത് എന്ന് പഠിപ്പിച്ചു. ഇതൊരു ജപ്പാനീസ് നോവലുണ്ട്, അതിലൊരു മർഡറും കൂടി നടത്തുന്നുണ്ട്. ജപ്പാനീസ് നോവലുണ്ട് ആക്ച്വലി ഇത് തന്നെ. തൃശൂർ സിറ്റി ട്രാഫിക് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കായി സംഘടിപ്പിച്ച ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപകടങ്ങളുണ്ടാക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശനമായും കേസെടുക്കണം. പലപ്പോഴും ചെറിയ വാഹനങ്ങൾ വലിയ വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടായാൽ കേസെടുക്കുന്നത് വലിയ വാഹനങ്ങൾക്കെതിരെയാണ്. ഈ സ്ഥിതി മാറണമെന്നും സെൻകുമാർ പറഞ്ഞു. ഇന്റേണൽ ഡിവൈഎസ്പി അബ്ദുൽ വാഹിദ്, തൃശൂർ സിറ്റി ട്രാഫിക് SI PN ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷൻ പരിധിയിലെ ജലവൈദ്യുതി വിതരണം കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തുമെന്ന് മേയർ രാജൻ ജെ പല്ലൻ അറിയിച്ചു. തൃശൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേഷന്റെ പ്രധാന വികസന പദ്ധതികൾ പൊതുചർച്ചയ്ക്ക് വയ്ക്കും. പൂത്തോൾ റെയിൽവേ പാലം വീതികൂട്ടൽ, പട്ടാളം റോഡിലെ കുപ്പിക്കഴുത്ത് ഒഴിവാക്കൽ, കിഴക്കേക്കോട്ട ജംഗ്ഷൻ വീതികൂട്ടൽ, പടിഞ്ഞാറേക്കോട്ട വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്നും മേയർ പറഞ്ഞു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ജനപങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കും. റോഡുകളുടെ അറ്റകുറ്റപ്പണി ഉടനടി തീർക്കുന്നതിന് മൊബൈൽ യൂണിറ്റ് ആരംഭിക്കുമെന്നും മേയർ അറിയിച്ചു. കോർപ്പറേഷൻ ജനസൗഹൃദ കോർപ്പറേഷനാക്കും. ഇതിന്റെ ഭാഗമായി ഓഫീസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമെന്നും മേയർ കൂട്ടിച്ചേർത്തു. ഇടവേള. എന്തുപറ്റി? ഒരു വൈക്ലബ്യം പാലക്കാട് 54ാമത് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ കാണാൻ അമ്മേനെ കൊണ്ട് പോകാനായിരുന്നു പരിപാടി. എന്താ ചെയ്യാ, ആൾക്ക് സുഖമില്ലാണ്ടായി. അതിനെന്താ, നമ്മക്ക് കലോത്സവം ഇങ്ങോട്ട് കൊണ്ടുവരാന്നേ. എങ്ങനെ? നമ്മടെ TCV ഉണ്ടല്ലോ. തുടർച്ചയായ 2 വർഷങ്ങളിൽ കലോത്സവ കവറേജിലുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ TCV പാലക്കാട് നിന്ന് കലോത്സവത്തിന്റെ ഓരോ ദൃശ്യവും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അപ്പോ അമ്മയുടെ കാര്യമൊക്കെ, അപ്പൊ ഗൾഫിലുള്ള ആളിയുടെ കാര്യമോ? അതിനും വഴിയുണ്ടെന്നേ. എങ്ങനെ? കലോത്സവം ലോകത്തെവിടെയിരുന്നും ആസ്വദിക്കാം TCV ഓൺലൈനിലൂടെ. www.tcvonline.ിലൂടെ കലോത്സവം തത്സമയം ആസ്വദിക്കും. എന്നാൽ ഇനി ഈ വർഷത്തെ കലോത്സവം TCVക്കൊപ്പം എന്താ? കല്യാൺ ജുവലേഴ്സ്, മനം മയക്കും 10,000-കണക്കിന് വളകൾ, ആരും വാരി അണിയാൻ മോഹിക്കും. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? റൈറ്റ് പ്രൊപ്പോർഷനിൽ തന്നെ ആവണം കുട്ടികളുടെ വളർച്ച. B2B എന്നാൽ ഗ്രോ റൈറ്റ്, ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ B2B ആട്ട തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. omega-3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ ബ്രെയിൻ ടോണിക് തന്നെയായ omega-3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ B2B ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർബത്തി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് B2B ആട്ടയിൽ. സ്വാദ് B2B ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചേക്കാൻ പറ്റണ്ടേ? ഞാനും ഇപ്പൊ B2B ആട്ടയാ കഴിക്കുന്നത്. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം.
പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി, EMO റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. കുളമ്പ് രോഗത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി അടച്ചിട്ട തൃശൂർ മൃഗശാല ചൊവ്വാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും. ജില്ലയിൽ കുളമ്പ് രോഗം നിയന്ത്രണ വിധേയമായതായി മൃഗസംരക്ഷണ വകുപ്പ് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് മൃഗശാല തുറന്ന് പ്രവർത്തിക്കാൻ ധാരണയായത്. കഴിഞ്ഞ നവംബർ 18-നാണ് തൃശൂർ മൃഗശാല അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടത്. കുളമ്പ് രോഗത്തെ തുടർന്ന് മൃഗശാലയിലെ 3 മാനുകൾ ചത്തുപോവുകയും ചെയ്തിരുന്നു. അമല മണ്ണുത്തി ബൈപ്പാസ് വീതി കൂട്ടലുമായി ബന്ധപ്പെട്ട് ആശങ്ക പരിഹരിക്കാൻ മന്ത്രിതല യോഗം ചൊവ്വാഴ്ച നടക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്താണ് യോഗം. 45 മീറ്റർ വീതിയിൽ ജനവാസ കേന്ദ്രത്തിലൂടെ റോഡ് നിർമ്മിക്കുന്നതിനെതിരെ ജനകീയ പ്രക്ഷോഭം ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിതല യോഗം ചേരുന്നത്. നെടുപുഴ റെയിൽവേ ഗേറ്റിന് സമീപം യുവാവ് കുത്തേറ്റു മരിച്ച സംഭവത്തിൽ ഒളിവിലായ മുഖ്യപ്രതിയും പോലീസ് പിടിയിലായതായി സൂചന. ഇതോടെ കേസിൽ പ്രതികളായ 2 പേരും പോലീസ് കസ്റ്റഡിയിലായി. ഇരുവരുടെയും അറസ്റ്റ് ചൊവ്വാഴ്ച രേഖപ്പെടുത്തും. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പല്ലൻ വീട്ടിൽ ജിൻഡോയെ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ടശാങ്കടവ് മാമ്പുള്ളി പുനർജനി കോളനി റോഡിൽ വീട്ടമ്മയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മാടവങ്ങൻകാട്ടിൽ രാജന്റെ ഭാര്യ ലീലയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാജനെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിയൂർ ജയിൽ ക്വാർട്ടേഴ്സിൽ കുടിവെള്ളം ചോദിച്ചെത്തിയ യുവാവ് വീട്ടമ്മയുടെ 5 പവന്റെ മാല പൊട്ടിച്ചോടാൻ ശ്രമിച്ചു. സ്ത്രീയുടെ ബഹളം കേട്ട് ആളുകൾ ഓടിയെത്തുമ്പോഴേക്കും മോഷ്ടാവ് മാല റോഡിൽ ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. തൃശൂർ ദേവമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മെഗാ ഷോ സ്വാതന്ത്ര്യയുടെ പരിശീലനം ആരംഭിച്ചു. സ്കൂളിലെ 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 500 കുട്ടികളാണ് ഈ മാസം 24-ന് നടക്കുന്ന ഷോയിൽ പങ്കെടുക്കുന്നത്. നൃത്തം, നാടകം, സ്കിറ്റ് തുടങ്ങിയവ സമന്വയിപ്പിച്ചുകൊണ്ടാണ് കലാരൂപം അവതരിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യ സ്മരണകളെ ആധാരമാക്കിയാണ് മെഗാ ഷോ. 21 സീനുകളിലായി 2.5 മണിക്കൂർ ദൈർഘ്യത്തിലാണ് സ്വാതന്ത്ര്യ ഒരുക്കിയിട്ടുള്ളത്. 24-ന് പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിൽ 2 ഷോകളായി അവതരിപ്പിക്കുന്ന മെഗാ ഷോ സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിക്കുന്ന ദർശന വീട് പദ്ധതിക്ക് ധനസമാഹരണം നടത്താനാണ് മെഗാ ഷോ അവതരിപ്പിക്കുന്നത്. സ്കൂളിൽ നടന്ന പരിശീലനത്തിന് പ്രിൻസിപ്പൽ ഫാദർ ഷാജു എടമന നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അയിത്തത്തിനും അനാചാരങ്ങൾക്കുമെതിരെ ഡിവൈഎഫ്ഐ ചൊവ്വാഴ്ച സത്യഗ്രഹ സ്മൃതി സംഗമം നടത്തും. ക്ഷേത്രത്തിൽ പഞ്ചവാദ്യ കലാകാരനെ അയിത്തം കൽപ്പിച്ച് പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സത്യഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പഞ്ചവാദ്യ കലാകാരൻ കല്ലൂർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പഞ്ചവാദ്യവും സമരത്തോടനുബന്ധിച്ച് നടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ മേഖലയിൽ കോൺഫെഡറേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതി ആഹ്വാനം ചെയ്ത നിർമ്മാണ ബന്ദ് തുടരുന്നു. നിർമ്മാണ ബന്ദിനോടനുബന്ധിച്ച് ടിപ്പർ തൊഴിലാളികൾ കളക്ടറേറ്റ് ധർണ നടത്തി. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി അധ്യക്ഷനായിരുന്നു. ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതി ജില്ലാ പ്രസിഡന്റ് രാജൻ ഭഗവതി പറമ്പിൽ, ജില്ലാ സെക്രട്ടറി സന്തോഷ് ജവാൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ഡയമണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി അടിപിടി കേസിൽ പിടികിട്ട പുലിയായ പ്രതിയെ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാടക്കത്ര സ്വദേശി കോതാരത്ത് വീട്ടിൽ ഷക്കീറിനെയാണ് SI മോഹൻദാസ്, ASI VS സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത്. 2008-ൽ നെല്ലിക്കാട് സ്വദേശി കീറ്റിക്കൽ ജോൺസനെ സംഘം ചേർന്ന് മർദ്ദിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. മലയാള സിനിമയിൽ വീണ്ടും താരവിവാഹം. മുൻനിര താരങ്ങളായ ഫഹദ് ഫാസിലും നസ്രിയ നസീമുമാണ് വിവാഹിതരാകുന്നത്. 2 പേരുടെയും വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ചതാണ് വിവാഹം. അടുത്ത ഓഗസ്റ്റിലായിരിക്കും വിവാഹം നടക്കുകയെന്നും ഇരുവരുടെയും വീട്ടുകാർ അറിയിച്ചു. ബാലതാരമായി സിനിമയിലെത്തിയ നസ്രിയ നേരം എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി ശ്രദ്ധിക്കപ്പെടുന്നത്. പിതാവ് ഫാസിൽ ഒരുക്കിയ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിലൂടെയാണ് നായകനായി ഫഹദ് അഭിനയ രംഗത്ത് എത്തുന്നത്. CMP അരവിന്ദാക്ഷൻ വിഭാഗം സംസ്ഥാന കൺവെൻഷൻ ഫെബ്രുവരി 9-ന് തൃശൂരിൽ നടക്കും. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടക്കുന്ന കൺവെൻഷനോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. CMP സംസ്ഥാന സെക്രട്ടറി MK കണ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടവേള. യൂത്തിനറിയാം ബെസ്റ്റ് യൂത്ത്ഫുൾ സർപ്രൈസസ് ഷെയ്ഡ്സ് ആൻഡ് സ്റ്റൈൽ ലേറ്റസ്റ്റ് ടൈപ്പ് ഫാഷൻ ലോവസ്റ്റ് പ്രൈസ് അട്രാക്ഷൻ കല്യാൺ സിൽക്സ് സ്റ്റാർസ് കളക്ഷൻസ്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്.
വാർത്തകളിലേക്ക്. കൊലപാതക കേസിലെ പ്രതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണമ്പേട്ട പൂക്കോട് സ്വദേശി ഏനാമാക്കാരൻ 60 വയസ്സുള്ള രവീന്ദ്രനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2007 പൂക്കോട് സ്വദേശിനിയായ വീട്ടമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് മരിച്ചത്. ഈ കേസിന്റെ വിസ്താരം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെയായിരുന്നു മരണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷൻകാർ താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ക്ഷാമബത്ത കുടിശ്ശിക ഗഡുക്കളായി വിതരണം ചെയ്യാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ വി പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. VK നാരായണൻ അധ്യക്ഷനായിരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പെൻഷനേഴ്സ് ഓഫീസ് അസോസിയേഷൻ കളക്ടറേറ്റിന് മുൻപിൽ ധർണ നടത്തി. EPK സുഭാഷിതൻ ഉദ്ഘാടനം ചെയ്തു. A രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. TG രാമചന്ദ്രൻ, AK സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. അഞ്ചേരിയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഗുണ്ടാ നേതാവ് കടവി രഞ്ജിത്തിന്റെ സംഘത്തിൽപ്പെട്ട ആൾ അറസ്റ്റിൽ. പാലക്കൽ പൊന്നേക്കാവിൽ രൂപേഷിനെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഞ്ചേരി സ്വദേശി ബിയാമി ഷാജുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. വധശ്രമം ഉൾപ്പെടെ 9ഓളം കേസുകളിൽ പ്രതിയാണ് രൂപേഷ്. 2011 വരന്തരപ്പിള്ളിയിൽ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട കേസിലും മരത്താക്കരയിലെ ബാർ ആക്രമണ കേസിലും പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ഒല്ലൂർ SI സുജിത് കുമാറിന്റെ നേതൃത്വത്തിൽ CPOമാരായ സെബി ജോർജ്, രഘുരാമൻ പ്രഭു, സാദത്ത് ഗോപിനാഥൻ എന്നിവർ ചേർന്നാണ് ഒല്ലൂർ പുത്തൻകുളത്ത് നിന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഭാരതപ്പുഴയിൽ നിന്നുള്ള മണൽ വാരൽ നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണൽ വാരൽ തൊഴിലാളികൾ കളക്ടറേറ്റ് മാർച്ച് നടത്തി. ജില്ലാ ആർട്ടിസാൻസ് സ്കിൽഡ് വർക്കേഴ്സ് സംഘിന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ സംസ്ഥാന ട്രഷറർ സേതു തിരുവെങ്കിടം ഉദ്ഘാടനം ചെയ്തു. BMS തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ AC കൃഷ്ണൻ, AK ഉണ്ണികൃഷ്ണൻ, KN വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രമന്ത്രി ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ CBI അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മലയാള വേദിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ധർണ നടത്തി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് വെട്ടുകുളം ഉദ്ഘാടനം ചെയ്തു. CJ വിൻസെന്റ്, KF വിൽസൺ, സെബാസ്റ്റ്യൻ സോളമൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ വിപണി നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് 10,850 രൂപ, കൊപ്ര ക്വിന്റലിന് 7,540 രൂപ, കുരുമുളക് ക്വിന്റലിന് 48,000 രൂപ. അടയ്ക്ക തൃശൂർ പഴയത് 2,800, 3,400, പുതിയത് 2,400, 2,900. കേച്ചേരി പഴയത് 2,850, 3,385, പുതിയത് 2,350, 3,060. പഴഞ്ഞി പഴയത് 3,100, 3,400, പുതിയത് 2,900, 3,150. അമല പഴയത് 2,700, 3,400, പുതിയത് 2,500, 3,050 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തൃശൂർ ജില്ല മത്സരരംഗത്ത് സജീവമായി. തുടക്കം മുതലേ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച തൃശൂർ കുതിപ്പ് തുടരുകയാണ്. അറുപത്തിരണ്ടാമത് ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസിന് തൃശൂരിൽ തുടക്കമായി. ദേശീയ ഗെയിംസിന്റെ ഔപചാരിക ഉദ്ഘാടനം DGP KS ബാലസുബ്രഹ്മണ്യം നിർവഹിച്ചു. മോഹൻലാലിന്റെ ദൃശ്യം സിനിമയ്ക്ക് ജയിൽ DGP TP സെൻകുമാറിന്റെ വിമർശനം. ചിത്രത്തിലെ ബ്ലാക്ക് മെയിലിംഗ് രംഗം തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ജയിൽ DGP. കോർപ്പറേഷൻ പരിധിയിലെ ജലവൈദ്യുതി വിതരണം കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തുമെന്ന് മേയർ രാജൻ J. പല്ലൻ. ജനപങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മേയർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ്കോ ജുവല്ലർ.
തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ സിൽക്സ്, ജോസ്കോ ഫാഷൻ ജുവലേഴ്സ്, ജോസ് അലൂക്കാസ് ആൻഡ് സൺസ്, അലൂക്കാസ് ജ്വല്ലറി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തൃശൂർ ജില്ല മത്സര രംഗത്ത് സജീവമായി. തുടക്കം മുതലേ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച തൃശൂർ കുതിപ്പ് തുടരുകയാണ്. അറുപത്തിരണ്ടാമത് ഓൾ ഇന്ത്യ പോലീസ് ഗെയിംസിന് തൃശൂരിൽ തുടക്കമായി. ദേശീയ ഗെയിംസിന്റെ ഔപചാരിക ഉദ്ഘാടനം DGP KS ബാലസുബ്രഹ്മണ്യം നിർവഹിച്ചു. മോഹൻലാലിന്റെ ദൃശ്യം സിനിമയ്ക്ക് ജയിൽ DGP TP സെൻകുമാറിന്റെ വിമർശനം. ചിത്രത്തിലെ ബ്ലാക്ക് മെയിലിംഗ് രംഗം തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ജയിൽ DGP. കോർപ്പറേഷൻ പരിധിയിലെ ജലവൈദ്യുതി വിതരണം കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തുമെന്ന് മേയർ രാജൻ ജെ പല്ലൻ. ജനപങ്കാളിത്തത്തോടെ കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മേയർ. പാലക്കാട് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. കലോത്സവ വേദിയിലെ TCV സ്റ്റുഡിയോയിലേക്ക്. ഇനി വാണിജ്യം. ഇനി വാണിജ്യം. ഫ്രൈഡ് ചിക്കൻ വിഭവങ്ങളുടെ രുചിഭേദങ്ങളുമായി ബർഗർ ക്യൂൻ ഫ്രൈഡ് ചിക്കൻ എരുമപ്പെട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. രുചി വൈവിധ്യങ്ങൾ തേടുന്നവർക്കായി എരുമപ്പെട്ടി അൽ ഹിദായ കോംപ്ലക്സിലാണ് ഫ്രൈഡ് ചിക്കൻ വിഭവങ്ങളുടെ കലവറയായ ബർഗർ ക്യൂൻ ഫ്രൈഡ് ചിക്കൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫീന അസീസ് ബർഗർ ക്യൂൻ ഫ്രൈഡ് ചിക്കന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം PT ജോസഫ്, വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി PS പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഫ്രൈഡ് ചിക്കൻ, ഷവർമ, ബർഗർ, ഫ്രഷ് ജ്യൂസ്, മിൽക്ക് ഷേക്ക്, ഐസ്ക്രീം എന്നിവ ഇവിടെ ലഭ്യമാണ്. ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഫോൺ നമ്പർ 9562088848 9562088858. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകളിലേക്ക്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജ്വല്ലറി. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണം ഗ്രാമിന് 2780 രൂപ, വെള്ളി 10 ഗ്രാമിന് 450 രൂപ, തങ്കം ഗ്രാമിന് 2995 രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകളുമായി
തൃശൂർ റൗണ്ടപ്പ് നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, ജോസ്കോ ഫാഷൻ ജുവലേഴ്സ്, ജോസ് അലൂക്കാസ് ആൻഡ് സൺസ്, അലൂക്കാസ് ജ്വല്ലറി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ. ഗുഡ് മോർണിംഗ് തൃശൂർ നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ്കോ ഫാഷൻ ജുവലേഴ്സ്, ജോസ് അലൂക്കാസ് ആൻഡ് സൺസ്, അലൂക്കാസ് ജ്വല്ലറി. കലോത്സവത്തിന്റെ 2ാം ദിവസം നാട്യനടന വിസ്മയങ്ങളാണ് വേദിയിൽ പകർന്നാടിയത്. ഗ്ലാമർ നൃത്ത ഇനങ്ങളും മാപ്പിള കലാരൂപങ്ങളുമാണ് 2ാം ദിവസത്തെ സജീവമാക്കിയത്. കാട്ടിലുപേക്ഷിക്കപ്പെട്ട സീത കണ്ണുനീരുമായി വേദിയിൽ കഥ ചൊല്ലിയാടിയപ്പോൾ അരുണിമയ്ക്ക് ലഭിച്ചത് 1ാം സ്ഥാനം. 6ാം നമ്പർ വേദിയിൽ അരങ്ങേറിയ ഹൈസ്കൂൾ വിഭാഗം നാടൻ പാട്ട് മത്സരം സദസ്സിനെ ആവേശത്തിലാഴ്ത്തി. പിന്നല്ല.